ഈ വെപ്പ് പല്ലുകൾ വെക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പരിചരിക്കേണ്ടത്? പല്ലുകൾ നഷ്ടപ്പെട്ടാൽ കൃത്യമായിട്ട് നമുക്കത് പുനഃസ്ഥാപിക്കണം. ഇപ്പൊ നമുക്ക് ഫിക്സഡ് ഡെഞ്ചേഴ്സ് ഉണ്ട്, എടുത്ത് മാറ്റുന്ന വായിലും മുകളിൽ നിന്ന് മുഴുവൻ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഫിക്സഡ് നമ്മൾ എടുത്ത് മാറ്റുന്ന പല്ലുകളാണ് സ്വാഭാവികമായിട്ട്. ഫിക്സഡ് നമുക്ക് ചെയ്യാം, അതോടൊപ്പം നമുക്ക് എടുത്ത് മാറ്റുന്ന പല്ലുകളാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ഡെഞ്ചർ എന്ന് പറയുന്നത് മുകളിലും താഴെയും വെപ്പ് പല്ലുകൾ. പലപ്പോഴും അതൊക്കെ വൃത്തിയാക്കി വെക്കുന്ന പലപ്പോഴും നമ്മുടെ ഇടയിൽ വാർദ്ധക്യമുള്ള കാലാവസ്ഥയാണ് കൂടുതൽ ആവശ്യം വരുന്നത്. പക്ഷേ അപ്പോൾ പലപ്പോഴും പ്രോപ്പറായിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ അതും പല അസുഖങ്ങൾ വായനാറ്റത്തിനും ഒക്കെ കാരണമാകും. അതും നമ്മൾ രാത്രി ബ്രഷിങ് ചെയ്യുമ്പോൾ തന്നെ പേസ്റ്റും ബ്രഷും ഉപയോഗിച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം സൂക്ഷിച്ച് രാത്രി നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ മോണയൊക്കെ ഒന്ന് ഉണങ്ങുന്നതിനും വായുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. പലപ്പോഴും ഈ പല്ല് തേപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശക്തിയായിട്ടുള്ള തേപ്പാണ്. പലപ്പോഴും നമ്മൾ ആവശ്യത്തിന് 4 ഇരട്ടിയൊക്കെ ശക്തി ഉപയോഗിച്ചാൽ പലപ്പോഴും തേക്കുന്നത്. കൈത്തണ്ടയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് പല്ല് തേപ്പാണ്. ആ രീതിയല്ല. അപ്പോൾ നമ്മുടെ കൈവിരലിന്റെ ചെറിയ സമ്മർദ്ദം മാത്രം ഉപയോഗിച്ച ബ്രഷിങ് ആവേണ്ടത്. അങ്ങനെ വരുമ്പോൾ 40 വയസ്സാകുമ്പോൾ പല്ലുകളുടെ തേയ്മാനം, പല്ല് പുളിപ്പ് എന്നൊക്കെ നമുക്ക് വ്യാപകമായിട്ട് എല്ലാവരുടെയും അനുഭവിക്കുന്ന കാര്യമാണ്. പല്ല് പുളിപ്പിന് പ്രധാനപ്പെട്ട കാരണം ശക്തിയായിട്ടുള്ള ബ്രഷ് തേപ്പിന്റെ ഒരു ഘടകമാണ് പല്ല് തേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രഷിങ് പ്രോപ്പറായിട്ട് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ രീതി ഫലപ്രദമായി അനുവർത്തിക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഷിങ് നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ മുൻഗണന വരുത്തേണ്ട ഒരു ഘടകമാണ്. ശാസ്ത്രീയമായ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും അതെല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട ഘടകമാണ്.